സാധനങ്ങളും വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഗോഡൗൺ കിട്ടിയിട്ടോ. എന്നാലും നമ്മൾ ബൈക്ക് ഏതാ റൂട്ട് ഏതാ? ഈ ഹോട്ടലിൻ്റെ കിച്ചൺ ഞങ്ങൾ കയ്യേറി. അകുമ്പെ വ്യൂ പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഫിയാണ്. അപ്പോൾ നമ്മളിതാ റൂമിൽ നിന്ന് തിരിച്ച് ഇവിടുന്ന് സകലേശ്പുരിയിൽ നിന്ന് അകുമ്പയിലേക്ക് പോവാണ്. അപ്പോൾ സൈക്കിളൊക്കെ നമ്മൾ സെറ്റാക്കി ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി. ബാക്കി ഇനി കുറച്ച് വെള്ളം ഫില്ല് ചെയ്യണം. നമ്മളെ ബാക്കപ്പിൽ സാധനങ്ങളൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടെ നല്ലൊരു ഗോഡൗൺ കിട്ടിയിട്ടോ. എന്നാലും നമ്മൾ ബൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗോഡൗൺ കിട്ടിയിട്ടുണ്ട്. ബൈക്കൊക്കെ സേഫായിട്ട് വെച്ചു. രാവിലെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വിടുകയാണേ. എല്ലാം റെഡിയാണ് കേട്ടോ. ഓക്കെ, അതാ സാധനങ്ങളും വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇനി നേരെ ആകുമ്പേ അപ്പോൾ റൈഡർ ഗൈസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ റൂട്ട് അപ്പോൾ അതാ നമ്മൾ ഇവിടുന്ന് മൂവ് ആയിട്ടോ. ഇവിടുന്ന് ഇനിയൊരു 150 കിലോമീറ്ററോളം ദൂരമുണ്ട് സകലേശ്പുരേക്ക്, സോറി അകുമ്പയിലേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കയറി ഇറങ്ങി അങ്ങനത്തെ ഉള്ള റൂട്ടാട്ടോ. ഹൈവേ ഒന്നുമല്ല, പക്ഷേ നാഷണൽ ഹൈവേ ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത റൂട്ടുകളാണ്. ഒരു വണ്ടിയും കൂടി ഉണ്ട്, അനുവേട്ടൻ കുറച്ച് പുറകിലാണ്. കാരണം നമുക്ക് വൈകുന്നേരത്തെ ഫുഡിൻ്റെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഒരു ബാർബിക്യൂ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ സകലേശ്പുരയിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്തു. ഓക്കെ, എന്തായാലും 149 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് സകലേശ്പുരയിൽ നിന്ന് അകുമ്പെ. 149 കിലോമീറ്റർ ആണെങ്കിലും ഭയങ്കര ക്ലൈംബ് വരുന്നുണ്ട് കേട്ടോ. അകുമ്പയിലേക്ക് ഒരു ക്ലൈംബ് കയറിയിട്ടാണ് അകുമ്പയിലേക്ക് എത്തുന്നത്. ഒരു ഹിൽ സ്റ്റേഷൻ പോലെയാണ്. ഇവിടെ സൈഡാക്കി ഒരു കുറേ പുറകിലാ. ഈ ഒരു റൂട്ടിൽ വരുന്ന സമയത്ത് ഈ പ്ലാന്റേഷൻ്റെ എല്ലാ എൻഡിലും ഫെൻസിങ് ആണ് കേട്ടോ. നമ്മളിന്നലെ വന്ന റൂട്ടൊക്കെ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. ആന ഒരുപാട്, നമ്മൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ പിന്നെ എലിഫൻറ്റ് ക്രോസിംഗ് സോൺ എന്നുകൊണ്ട് കുറേ വാണിംഗ് ബോർഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ലൊക്കേഷനാണ്. ഫുള്ള് നല്ല കട്ട പ്ലാന്റേഷനാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ, നല്ല ഷെയ്ഡുള്ള റൂട്ടാണ്. പക്ഷെ എന്നാലും ചവിട്ടിയാലും അങ്ങോട്ട് നീങ്ങാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഇപ്പോൾ നമ്മൾ ആരഹള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം പോയത് ആ ജംഗ്ഷനിൽ എത്തുമ്പം ലെഫ്റ്റിലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു നേരെ ആ റോഡിൽ കുളമായിട്ട് ഇറങ്ങി വന്നു. നല്ല ഇറക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം നല്ല ഇറക്കാണ്. അപ്പോൾ തിരിച്ച് കയറിക്കൊണ്ട് പോവാണ്. അവിടെ നിന്ന് റൈറ്റിലേക്കായിരുന്നു നമുക്ക് പോകേണ്ടത്. അപ്പോൾ തിരിച്ച് ഈ കയറ്റം ഇങ്ങനെ കയറി പോവാണേ. ഓക്കെ, സമയം 11 മണിയായി. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നമുക്കിനി റൈറ്റിലേക്ക്, അത് പുതിയ റൂട്ടാണ്. ക്ലൈംബ് കുറവാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ആ റൂട്ട് എടുത്തത്. അപ്പം ആ റൂട്ടിൽ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ആരഹള്ളി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് വലത്തുനിന്ന് കയറി വന്ന് നേരെ ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്ന ഈ റൂട്ടിൽ അങ്ങനെ തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അതിനേക്കാളും ക്ലൈംബ് കുറഞ്ഞ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഒന്ന് കയറി നോക്കാം. റൂട്ടിൽ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം പോയ നേരെ ഈ റൂട്ട്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഏതാ റൂട്ട് ഏതാ? നമ്മൾ കഴിഞ്ഞ റൂട്ട് നമ്മൾ പോയ റൂട്ടാണ്. എന്തുവേട്ടം വേറെ റൂട്ട് മാറ്റിണ്ടല്ലേ. നമ്മളതാ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൂടെ അവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ റിപ്പബ്ലിക് ഡേൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട്.
എങ്ങോട്ട് പോകുമെന്ന് അറിയാണ്ട് നിൽക്കുക കേട്ടോ. അൻഡൂപേട്ടനാണ് ഫുൾ ആള്. ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞത് ഈ റൂട്ട് ഭയങ്കര ക്ലൈമ്പാണ്. നമ്മളിപ്പോൾ നേരെ കഴിഞ്ഞ പ്രാവശ്യം പോയ ആ റൂട്ട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത്. നോക്കാം, തീരുമാനമായിട്ടില്ല. വീണ്ടും ആ റൂട്ട് തന്നെയാണ് നല്ല റൂട്ട് എന്ന് പറഞ്ഞത്. വീണ്ടും തിരിച്ച് അതേ റൂട്ടിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. കാരണം പിള്ളേർ പാവം ഏകദേശം 2 കിലോമീറ്റർ അവന്മാർ പോയി തിരിച്ച് കയറി വന്നു. പിന്നെ ആ റൂട്ട് തന്നെ, ഈ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഈ റൂട്ട് ഭയങ്കര റഫാണെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് കേട്ടോ. നല്ല രസമുള്ള റൂട്ടാണ്. ഫുള്ള് പ്ലാന്റേഷനാണ്. കുറച്ച് വീടുകളുണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററോളം ദൂരത്തിൽ ഫുള്ള് പ്ലാന്റേഷനാണ് കേട്ടോ. അവിടെ ഞങ്ങൾ എത്തി. എന്നടാ കമോൺ കമോൺ. പ്ലാന്റേഷൻ ഭയങ്കര രസമാണ് കാണാൻ. ഇത് റോഡ് സൈഡൊക്കെ കണ്ടില്ലേ, ഭയങ്കര നീറ്റാണ്. നമ്മളവിടെ വല്ല കുപ്പിയും പാട്ടിയും പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ റൂട്ട് ഭയങ്കര നീറ്റാണ്. ഒരു ഹോട്ടൽ കേട്ടോ. ഇവിടെ റെസ്റ്റ് എടുക്കാൻ കയറി. റെസ്റ്റ് എടുക്കാൻ ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അൻഡൂപേട്ടൻ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. ഈവനിങ്ങിന് മാത്രമേ ഹോട്ടലിൽ തോന്നുന്നു. അപ്പോൾ അൻഡൂപേട്ടൻ ഇവിടെ നേരത്തെ വന്നിട്ട് കിച്ചൺ കയ്യേറിണ്ടേ. ഈ ഹോട്ടലിൻ്റെ കിച്ചൺ ഞങ്ങൾ കയ്യേറി. സംഭവം നൂഡിൽസ് കണ്ടാ. നൂഡിൽസ്, കോഴിമുട്ട എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങളെന്താ ഇപ്പോൾ ലേറ്റ് ആയത്? ഇപ്പോൾ ഇതുണ്ടാക്കാൻ കുറേ നേരത്തെ വന്നല്ലേ നിങ്ങൾ? നിങ്ങളിതൊരു കാര്യം ചെയ്യും, ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് തന്നാലോ? ഞങ്ങൾ പോവാം. ഞങ്ങൾ ഓന്തരേ പോവാം. ഒരു വണ്ടികൾ നിർത്തുന്ന ഫുഡ് സെർവ് ചെയ്യുന്നു. കുറേ മസാല ഇട്ടുണ്ടേ. അത് വെള്ളം തിളക്കണേ കുറേ നേരം കേട്ടോ. വെള്ളം തിളയ്ക്കാൻ, വെള്ളത്തിനൊരു പ്ലാനും ഇല്ല തിളയ്ക്കണമെന്നൊന്നും. എന്തിന്? നൂഡിൽസിലോ? അടാ അൻഡുവേട്ടാ, നൂഡിൽസിൽ മധുരം ഇടണ്ട കേട്ടോ. പ്രേമത്താണ്ടിന് കുറച്ച് മധുരം മതി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാ അഗുമ്പെ വ്യൂ പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കയറി വെക്കാം കേട്ടോ. നല്ല ടൈമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്.